ഹലോ, നമസ്കാരം. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നാട്ടിൽ വന്നു. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചില ഡെക്കറേഷൻസുകൾ ഒക്കെ ചെയ്തു. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് വന്നു. ഇതിനായിട്ട് നമ്മളെ ചീട്ട് കളിക്കുന്ന കണ്ടത്തിൽ ബിനു ഇന്നലെ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ ഇന്നലെ നമ്മൾ കൊട്ടാരക്കരയായിട്ട് പോകാനായിട്ട് നമ്മളൊത്തിരി ഇതൊക്കെ പറഞ്ഞു. പുള്ളി പോവുകയും ചെയ്തു. ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാലും നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒത്തിരി ഇതൊക്കെ ആയിട്ട് ഇന്ന് ഒത്തിരി നല്ല ഇതൊക്കെ ചെയ്തു. ബിനുവിനോട് സംസാരിച്ചു. ബിനു നമ്മുടെ ഒരു പഴയ വീടാണ്. ഇതൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷഭാഗമായിട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അയൽവക്കത്തുകാരൊക്കെ ഇതായിട്ട് നമ്മൾ ഒത്തിരി നാളായിട്ട് ഇവിടെ വരികയാണ്. ഒത്തിരി നമ്മൾ അടിപൊളിയായിട്ട് ഇത് ഒരു ട്രീയെ ഒക്കെ ഉണ്ടാക്കി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ബിനുവിന് പ്രത്യേകിച്ച് കാര്യം, ബിനു ഇന്നലെ എന്നെ തിരുവല്ലയിൽ ഇറക്കിയിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ വണ്ടി വന്നിട്ട് തിരുവല്ലയിൽ വരുമ്പോൾ ഒരു 7 മണിക്ക് വരേണ്ട 11 മണിയായി. ആ 11 മണിക്ക് വന്നിട്ട് ബിനുവും ഞാനും കൂടെ അപ്പുറത്ത് ഇറങ്ങിയിട്ട് ബിനു എന്നെ ഇവിടെ കയറ്റി ഇപ്പുറത്ത് വിട്ട്. അതുകൊണ്ട് ബിനുവിന് ഒരു പ്രത്യേക നന്ദി ഞാൻ എന്നെ അർപ്പിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ യൂട്യൂബിനകത്ത് ഞാനിതിടും. ബിനു ഏറ്റവും വലിയൊരു അനുഗ്രഹീതമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ചെയ്തത്. പുള്ളിക്കാരനെ ഈ യൂട്യൂബ് ഇതിനകത്ത് ഇതൊക്കെ ചെയ്ത് ഇപ്പുറത്തൊക്കെ എന്നെ കയറ്റി വിട്ടു. അപ്പോൾ അടിപൊളി. നമ്മൾ വീട്ടിൽ വന്നിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഓക്കെ, ഇന്ന് വൈകിട്ട് പാട്ടുപിടുത്തമൊക്കെ ഉണ്ട്, നമ്മൾ പോകും. ഓക്കെ, മലയാള പള്ളിക്കാരൊക്കെ കണ്ടുപിടിക്കുക. ഇതൊന്നുമല്ല, അവിടെ നമ്മുടെ നാടാണ് നമുക്ക് വലിയത് എന്ന് ഒരു വലിയ കാര്യം ചെയ്യണം. ഓക്കെ.